ബസ് സ്റ്റോപ്പ് എവിടെയാ തന്നെയാണല്ലോ. ചോറ് ഞാൻ 10 മണിയായിട്ട് എന്നെ വിളിച്ചില്ല. ഞാൻ ഇറങ്ങുമ്പോ ഞാൻ അന്നേരം എന്നെ വിളിച്ചിട്ട് അവിടെ വന്ന് പിന്നെ ഞാൻ പേരന്റിലേക്ക് എത്തണ്ടേ. ഞാൻ ഓടിയതാണ്. ഞാൻ പിന്നെ 5 മിനിറ്റ് കൊണ്ടെത്താൻ ഇത് ചോറ് കറിക്കയോ? ചോറ് അരിയും തപ്പം ഞാൻ കറിയാണ് പൂള കുക്കറി വെച്ചിട്ടത്. ഇത് നരിക്കുനിക്കുള്ള റോഡാട്ടോ. ചെല്ലുന്ന വണ്ടി വരുന്നു. പുന്നശ്ശേരിയിലേക്ക് നമ്മളിതിലേ പോവുക. പുന്നശ്ശേരി നരിക്കുനി മെഡിക്കൽ വഴി അങ്ങോട്ട് ഇതിലങ്ങനെ പോയാൽ അരിയൂരിലോട്ട് കോഴിക്കോട്ടെ ഇങ്ങോട്ടാണ്. വയല കണ്ടില്ലേ? തന്നെ വിളിച്ചു വെച്ചിട്ട് എനിക്ക് വരില്ല. ഞാൻ നിങ്ങൾ ഫൈനാലിൽ കാക്കോല് വന്നാൻ പോവുകയാണ്. എല്ലാരും ഇങ്ങനെ വന്നു. ഇനി കൊറേ ഉണ്ട്. ഇല്ല, ഇത് തന്നെ റോഡ്. ആ റോഡ് നരിക്കുനിക്കുള്ള റോഡിന്റെ ഏരിയ. ഇതിലെ ബസ് ഉണ്ടോ നരിക്കുനിക്ക്? ഇതിലെ ബ്ലോക്കൊക്കെ ആകുമ്പോൾ വരും ബസ്. ഇല്ലാണ്ടില്ലല്ലേ നരിക്കുനിക്ക്? അതാണെങ്കിൽ പറയണൊക്കെ കമ്പത്തിന്റെ കൊല. ഉള്ളോട്ട് കണ്ടായി. പക്ഷേ ആ റോഡാണ് ഇത് നല്ല സ്കൂളാണ്. കേളി കേട്ട കാവിനെ പറയുക. ഇവിടെ ഉത്സവം ഉണ്ടാവില്ല. പുനഃപ്രതിഷ്ഠ ചെടി വെച്ച് സൈഡിലേക്ക്. ഇത് ഫുള്ള് ഒന്നായിട്ട് അയാൾ വന്നു ബ്ലോക്ക്. അവിടെ പടകത്തിൻ്റെ നിങ്ങളാ ഭാഗത്ത് അവിടെ ഒന്നും ഇല്ലല്ലേ? വെള്ളം നിങ്ങളാ ഭാഗത്ത് നല്ല വീടൊന്നും. ചെറിയ വീടാ. ഒരു 2 ബെഡ്റൂം ഇട്ടാണ്. ചെറിയ വീട്. ബിജുവിൻ്റെ വീട് വിൽക്കുകയെ 50 ലക്ഷം. അത് ഒരു 6 കൊല്ലം മുന്നുള്ള വീടാ.
ആ ബസ് പോകുന്ന ഇവിടെ ഇത് അതിലൂടെ വരാം വീട്ടിലേക്ക്. അവിടെ എത്തി. ഇതുമ്പോ ദിനേശന്റെ ഇടയിൽ പോകുന്ന റോഡാ. നാളെ കല്യാണം കിട്ടിയ ഇനിയും പോണേ. അപ്പുറത്തെ റോഡുമെന്ന് കണ്ടതാണ്. കല്യാണത്തിന് ഇതല്ലേ ഇത് ഇതൊക്കെ കെട്ടിക്കൊടുക്കുന്ന എനിക്ക്. ഓൾക്ക് ജൂൺ 25 കല്യാണം. കല്യാണത്തിന് കോഴിക്കോട് ദുബായിൽ നിന്നൊക്കെ ആൾക്കാർ വരാണ്ട്. അന്നപ്പം നിൽക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സ്ഥലം വില എടുത്തത്. നന്നായിട്ട് വില എടുത്തത്. അതിൻ്റെ കുറച്ച് പടകക്കാരുണ്ട്. പടകത്തിൽ ക്യാരംബോർഡൊക്കെ കെട്ടാണ്ടില്ലേ? അതൊക്കെ ചെയ്ത് കൊടുക്കും നമുക്ക്. ഇതിപ്പോ എത്ര വരെ ഉണ്ടാവും? അല്ല കിണറില്ലേ? ഇത് പേരേക്കില്ല വഴി കേട്ടോ പോകുന്ന വഴി. ഇവിടെ വഴിയിലാണ് ഇതിൻ്റെ അടുത്ത് നോക്കുമ്പോൾ പോകുന്ന വഴി. വെള്ളം ഫുള്ളുണ്ട്. വെള്ളത്തിന് പ്രശ്നമില്ല. കാരണം വെള്ളമുള്ള ഇതൊരു മോട്ടർ വെച്ച് എല്ലാ ഇതിലേക്ക് എടുക്കുന്നു. രണ്ട് മോട്ടറിൻ്റെ കാലുണ്ട്. ഒന്ന് മോട്ടർ അയച്ചു. നല്ല ആഴുണ്ടല്ലേ? തല കിട്ടും. അതാണ് കിണറ്. എല്ലാവർക്കും കൂടെ ഒരു കിണറ്. ഞങ്ങളെ പുതിയ വീടിന്റെ അടുത്തുണ്ട്. അത് തള്ളിയ അല്ല അവിടെ കല്യാണം ഉണ്ടല്ലോ. കല്യാണം ജൂണിൽ 29. ലൈറ്റ് ഇടാമോ? ലൈറ്റ് ഉണ്ടോ? ബൾബില്ലല്ലോ.
ഇതാർത്താ? പിന്നെ ജോർജാസ് വീടായിരുന്നു ആദ്യം. ഒരു കിറ്റാണ് ജോർജാസ് കിറ്റാണ്. കക്കോടത്തിയാണ് ആരോ അതിനുണ്ട്. മറുപടിയുണ്ട്. വീടിന്റെ അപ്പുറത്തെ വീടാ റോഡ്. അതിന്റെ അപ്പുറത്താ റോഡ്. ഇതിലടിക്ക് കൊണ്ടുവരുന്നവിടെ. അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതായത് എത്ര ബെഡ്റൂമാണ്? ശരിക്കും 4 ബെഡ്റൂം ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ടാത്തതുകൊണ്ട് ഒന്ന് സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ എല്ലാത്തിനും പൊടിയല്ല. അങ്ങനത്തെ പണിയെ മുറ്റാറിന് പണിയുള്ളൂ. അതിര് വെക്കണം, ഗേറ്റ് വെക്കണം. വീടിന്റെ പണി മൊത്തം കഴിഞ്ഞു. ഇതൊക്കെ വീട് ഇഷ്ടപ്പെട്ടില്ലയോ? ഇഷ്ടപ്പെട്ട്. ആ വശത്തേക്ക് കിണർ വേറെ കുഴിക്കാൻ പറ്റൂല. അതോ സ്ഥലം ഉണ്ടായി കുഴിക്കുക. എന്ന് വെച്ചാൽ കിണർ ഇവിടെ ഇത് പടിഞ്ഞാറാണെങ്കിൽ കിണർ സ്ഥാനത്തല്ലല്ലോ. അത് കിണർ ഈ സ്ഥലത്ത് പെട്ടാണോ എന്നറിയില്ലല്ലോ. അല്ല, അവർ പറഞ്ഞത് എല്ലാവർക്കും കൂടിയുള്ള കിണറെന്ന് പറയുമ്പോൾ അതോരോട് ചോദിച്ചാൽ അറിയാം. അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് മതിലോ ഉയർത്തി കെട്ടിക്കാണ് ഞാൻ. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പുറത്ത് അടുക്കളേൻ്റെ അടുത്ത് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കുടിക്കാമല്ലോ. ഇവിടെയൊക്കെ വേഗം വെള്ളം കിട്ടുന്ന സ്ഥലം. കിണറല്ലെങ്കിൽ ഒരു വൃത്തിയില്ലല്ലേ. കിണർ കണ്ടിട്ട് വല്ലാത്ത താഴ്ച. ഇവിടെയൊക്കെ വെള്ളം കിട്ടുന്നതായിരിക്കല്ലേ. കിണർ ഇങ്ങനെ അതാദ്യമല്ല കിണറാ. അത് വേറെ സ്ഥലത്താ. അല്ല, ഇവിടെ വാങ്ങിയപ്പോഴല്ലേ. ആ കിണറ് നന്നാക്കും.
പക്ഷേ ഈ അടുക്കള ഭാഗത്ത് സ്ഥലമല്ല ഓ അവിടെ തന്നെ കുടിക്കാം. ഓ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഇപ്പൊ 4 സെന്റിലാണ് ഈ വീടിന്റെ ഉള്ളത്. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ സ്ഥലം വേണമെങ്കിൽ സ്ഥലം റെഡി. ഇത് നേരത്തെ ഉള്ളതല്ല, ഈ പറമ്പിൽ ഒന്നായിട്ട് എടുത്ത് ആകെ ഏക്കറിൽ അത് ഇവിടെ കൊടുത്താണ് ആ പലക അവിടെ വീട് വരുന്നുണ്ട്. 13 ടീച്ചർ അല്ലേ? അത് 13 ഉള്ള ആളാ, യൂണിവേഴ്സിറ്റിയിലാണ് ജോലി ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇത് വീഡിയോ അമ്മക്ക് കാണിച്ചു കൊടുക്കണം. ആ ഹസ്ബൻഡ് ഇല്ലേ? ഇല്ല, മാരീഡ് അല്ല. ആ ശരി. ബാത്റൂം ഒക്കെ സൂപ്പർ നോക്കി കണ്ട്. ഇതാരാ? ഇതിന്റെ പാപ്പന്റെ മോള്. ആ അത് ശരി. ആ വീടിന്റെ ശരി. പിന്നെ വല്ല അച്ഛൻ പയ്യെ അച്ഛനും സ്റ്റോക്ക് വന്നത്. അത് ശരി. ആ നിങ്ങളെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, PSC ഒക്കെ നോക്കുന്നുണ്ട്. ഈ വെള്ളം ഇത് വരുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എനിക്കൊന്ന് വെള്ളം അടിച്ചെടുക്കായിട്ടല്ല അവിടെ വാതിലിനല്ല കൂടെ വരുന്നതായിരിക്കും. വാതിൽ കട്ടിലപ്പടിന്റെ മുകളിലുണ്ടല്ലോ വെള്ളം, അതിന്റെ മേലെ ഗ്യാപ്പ് ഉണ്ടല്ലോ. അല്ല, ഷീറ്റ് നല്ലോണം കവർ ചെയ്താലേ വരൂല. ഞാൻ ജസ്റ്റിനോട് പറഞ്ഞിട്ടില്ല. അല്ല അങ്ങനത്തെ അതൊന്നും ഒരു വലിയ പ്രശ്നമില്ല. അത് ചിലപ്പോ ഇവിടെ ആദ്യം ഷീറ്റ് ഇട്ടിട്ടില്ല തോന്നുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ഇട്ടതാ. ഈ ഷീറ്റ് ഇവിടെയൊക്കെ മണ്ണായിരുന്നു. അതൊക്കെ ഇവിടെയൊക്കെ മണ്ണുണ്ട്. നമ്മുടെ വില പറഞ്ഞാൽ അത് തന്നെ റെഡിയാവില്ല. അപ്പൊ നമുക്ക് സംസാരിക്കുമ്പോ അച്ഛന് റോഡ് സൗകര്യം നാഷണൽ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. ഓട്ടോ വിളിച്ചിട്ടാ പോവാറ്. ഇതിപ്പോൾ കാണിച്ചു കൊടുക്കൂല നിങ്ങൾക്ക്. അതാ നന്നായിട്ട് വീഡിയോ എടുത്തത്. പിന്നെ വീട്ടിൽ വന്ന് കാണുന്ന പോലെ തന്നെ തോന്നണല്ലോ. രണ്ട് മാസം. അല്ല, ചേട്ടനും ചേച്ചിയുണ്ട്. അത് കിണറിനൊക്കെ കണക്കാക്കിയിട്ട് സ്ഥലമാണ് ആടെ കിഴങ്ങ് വെച്ച് സ്ഥലം. അപ്പൊ പനിയൊക്കെ ഉണ്ട് ആടെ പറ്റുന്നതാണ്. ഇന്നലെ വേണ്ടി ഇപ്പൊ സ്ഥലത്ത് എന്താണ്
കിണർ വയ്ക്കുമ്പോൾ പറ്റിയ സ്ഥലമുണ്ട് ഇവിടെ നമ്മൾ സ്വന്തം കിണറാണ് ഇവിടെ കുഴിക്കുക. ഇത് മതിലങ്ങ് കെട്ടിക്കാൻ ഞാൻ പോരാ വലിയ പ്ലോട്ടാക്കി തിരിച്ച് തന്നാൽ മുമ്പക്ക് മുമ്പളെ സൗകര്യമുള്ളവർത്തിൽ മുമ്പക്ക് കിണർ വെച്ചൂടെ. 35 എന്നൊക്കെ പറയുന്നേ ഇരുന്നാലൊക്കെ കുറച്ച് അയാൾ ഇന്ന് വരും ഡൽഹിയിൽ അയാൾ ഗൾഫിലാണ് ആഴ്ചയിൽ വരുന്ന ആളാണ്. അതിന് കാണിച്ചു തരും. എനിക്ക് വീട് തന്നെ ഇപ്പോൾ ഒരു 4 സെൻറ്റിൽ തന്നെ വീട് തന്നെ ഉണ്ട്. അല്ല അത്രയില്ല എന്നാലും അല്ലേ 4 സെൻറ്റിൻ്റെ സ്ഥലം ഞങ്ങൾ കണ്ടിരുന്നു വീടുള്ളത്. ഇത്ര സൗകര്യമില്ല. അല്ല വൈകിട്ട് സ്ഥലം അങ്ങനെയല്ല നമുക്ക് വേസ്റ്റോ അങ്ങനെയൊക്കെ ഒരു എന്തെങ്കിലും വിറകുവരിയോ ഒരു കിണർ വയ്ക്കാൻ വിറകോ പറ്റിയ സ്ഥലം. ബാക്കിൽ ഇത് ജോർജ് മാഷ വലിയ മതിൽ കെട്ടിക്കാൻ ഞാൻ ഒരു പ്രശ്നമില്ല. അത് എനിക്കത് അങ്ങനെയാകുമ്പോൾ ഒരു പ്രശ്നമില്ല. വീട്ടിൽ വെച്ചാൽ പിന്നെ തൊട്ടടുത്ത് അവിടെ കിണറുണ്ടാകുമ്പോൾ ഇവിടെ എടുക്കാമല്ലോ അല്ലേ. ഇവിടെ കിണർ വയ്ക്കുന്ന പ്രശ്നമില്ല. കിണറിന് അവിടെ കുറഞ്ഞ ആയോ മതി. വൈലല്ലേ നമ്മൾ പോകുന്ന സ്ഥലം വൈലാണ്. നേരെ ഒരു പറമ്പ് വ്യത്യാസമല്ലേ ഉള്ളൂ. ഇതുമ്പള ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ്. ഇതൊക്കെ പറ്റിയ അമ്പലത്തിൽ പോകണമെങ്കിൽ അമ്പലമുണ്ട്. പിന്നെ പോക്കുവരവരൊക്കെ കോഴിക്കോട്ടേക്ക് പോകാൻ വായിച്ച് കേട വരെ പോയി. പിന്നെ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും പൈസ എങ്ങനെ വരികയാണെങ്കിലും മുന്നോട്ട് സ്ഥലം എടുക്കാനും എൻ്റെ അടുത്ത്. നിങ്ങൾ എത്രയ്ക്കാണ് വിറ്റ്? ഞങ്ങൾ ഒരു സെൻറ്റിന് 2 വെച്ചിട്ടാണ്. അവിടെ മാത്രമേ വില ഇല്ലാത്തുള്ളൂ. ഞങ്ങൾ 8 മാത്രം. പക്ഷെ റോഡ് സൈഡിലൊക്കെ 7 ലക്ഷം 8 ലക്ഷം 12 7 ലക്ഷം 8 ലക്ഷമൊക്കെയാ സെന്റിന് റോഡ് സൈഡിൽ. അത് അവിടെ പഞ്ചായത്ത് റോഡ് വന്നാൽ വില കൂടും. ഇതിപ്പോ എന്താ വെച്ചാൽ സൗകര്യം ആൾക്കാർ നോക്കുക. എല്ലാ ഭാഗത്തൂടെയും പോകാനുള്ള സൗകര്യം ഉണ്ടല്ലോ. അവിടെ ശരിക്കും വെച്ചാൽ 2 മിനിറ്റ് കൊണ്ട് മെയിൻ റോഡിലെത്തി. KCB എല്ലാം ഉണ്ട്. പഞ്ചായത്ത് റോഡ് കൂടെ ആയിട്ടുണ്ടെങ്കിൽ വില കിട്ടിയിരുന്നു. പഞ്ചായത്ത് റോഡ് മണ്ടേക്ക് കൂടിയ റോഡ് സൈഡ് 18 ലക്ഷം സെന്റിന് മാട കണ്ടു സർവീസ്. ഇവരിതൊക്കെ വൃത്തിയാക്കി തരൂല്ലേ. വൃത്തിയാക്കി തരൂലോ. ആകെ കാട് പിടിച്ചിട്ടല്ലേ ഫ്രണ്ടില്. ഉള്ളവരല്ലല്ലോ ഗൾഫില ഒന്നിച്ച് വാങ്ങിയാൽ വീടുണ്ടാക്കി വിൽക്കേണ്ട പരിപാടിയാണ്. പക്ഷെ ഇപ്പൊ മറച്ചിരിക്കലൊന്നും നടക്കുന്നില്ലല്ലോ. റിയൽ എസ്റ്റേറ്റ് ഒന്നും അങ്ങനെ നടക്കുന്നില്ലല്ലോ. ഓരോരുത്തരും പിന്നെ ബ്രോക്കർമാർ വാങ്ങിയിട്ടിട്ട് തിരിച്ചു വെക്കുന്നില്ലേ. അതൊക്കെ നടക്കുന്നില്ല. അതിനോണ്ടാണ് ഇത്. അതുകൊണ്ട് കൂടാൻ പറ്റിയോല് വന്ന് വാങ്ങുക അങ്ങനെയുള്ളതേ ഉള്ളൂ. ഇവരിപ്പോൾ കച്ചവടക്കാർക്ക് ലാഭം കിട്ടാൻ വേണ്ടി ഒരു ഇതാക്കും. ഇതിങ്ങൾക്ക് സംസാരിച്ചാൽ നിങ്ങൾക്ക് അതിലും കുറച്ച് അയാൾ നല്ല ആളാണല്ലോ. നല്ല നല്ല സ്വഭാവം സാധിക്കാക്കി. അപ്പം അയാൾ അന്യനാ. ഞാൻ എന്തായാലും അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാം. അമ്മയ്ക്ക് അമ്മ ഒരു ദിവസം വന്ന് കണ്ടോട്ടെ. എന്നാലും അല്ലേ പുല്ലുള്ള സ്ഥലത്ത് വന്നാൽ ശരിയാവില്ല. അമ്മയ്ക്ക് അലർജി ഉണ്ട്. അല്ലേ ഇത്രയും പുല്ലുണ്ടാകുമ്പോഴേ ഇതിലൂടെ നടന്നാൽ പിന്നെ ശരിയാവില്ല. പുല്ലില്ലെങ്കിൽ പിന്നെ വന്ന് നോക്കിക്കേ അമ്മനെ കൊണ്ട്. അതൊക്കെ ഓല് വൃത്തിയായി തരും. വീട് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഓല് ഇതാക്കി തരണ്ടോ. എല്ലാം ഓല് ചെയ്ത് തരും. അതിലൊക്കെ ഇടുമല്ലോ. ഓലങ്ങനെ പൈസയ്ക്ക് പ്രശ്നമാണ്. കുട്ടികൾ ലണ്ടനിലും അങ്ങനത്തെ സ്ഥലത്തൊക്കെ ആൾക്കാർ അവർക്ക് അതാണ്. ഇത് വേറെ ഏതോ ഒരു ബ്രോക്കർ വന്ന് കൊടുക്കാൻ ഏൽപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ 50 ലക്ഷം എന്നല്ലേ പറഞ്ഞു. 5 ലക്ഷം ബ്രോക്കറേജ് ഇട്ടൊക്കെ എടുക്കല്ലോ. അതുപോലെ അറിയാണ്ട് വില അറിയുന്നതിനെ കൊണ്ട് അങ്ങനെ വിളിച്ചവരെ വില പറഞ്ഞു. വീട് കണ്ടതിൽ വെച്ച് നല്ല വീട് തന്നെ കേട്ടോ. മക്കളൊക്കെ കണ്ടാൽ പറയാൻ ഇത് ഫ്ലോറ് ചിലത് അങ്ങനെ വഴുക്കലില്ലാത്തത്, ചിലതൊക്കെ നല്ല വഴുക്കലുള്ളതായിട്ട്. പോലെ ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ അലസും അല്ലേ ഇല്ല നല്ലൊരു ഇതില്ലേ. അവിടെയൊക്കെ വീട് വരാനാണല്ലോ. ഈ തെങ്ങ് ഇങ്ങോട്ടേക്ക് വിടുമല്ലോ പോവോ? അങ്ങനെയാന്ന് തോന്നും പറഞ്ഞത്. അതിരാന്ന് തോന്നുന്നു. അതിര് അങ്ങനെ തോന്നാൻ പറഞ്ഞത്. അതിര് തിരിച്ചുള്ള ഇതൊക്കെ ഒരാളെ സ്ഥലമാണല്ലോ. നന്നായിട്ടാണല്ലോ. അപ്പോൾ നമുക്ക് എത്ര വേണേ സ്ഥലം വാങ്ങാൻ വേണമെങ്കിൽ അല്ല അങ്ങനെ ഒരു തെങ്ങെങ്കിലും കിട്ടിയത് സുഖമാണല്ലോ. നിങ്ങൾക്ക്
സൗകര്യത്തിൽ 2 സെന്റ് കൂടി വേണം ഇതിലെ വേണം കയ്യെ വിളിച്ചിട്ടാണ്. അല്ലാതെ ഉണ്ടായി വരുമ്പോഴേക്ക് ഓണച്ചാണ് വൈദ്യ എന്തോ അസുഖമുള്ള ആളാണ്. ഡോക്ടർക്കൊക്കെ അങ്ങനെ സൗകര്യം ഇതൊക്കെ അതിനൊക്കെ ഇവിടെ സൗകര്യം ഉണ്ടല്ലോ. അത് നോക്കി ഇഷ്ടപ്പെട്ട് വിലക്കൊമ്പൊക്കെ ഇതൊക്കെ തരും. ശരി. പിന്നെന്താന്ന് പറഞ്ഞാൽ പുതിയ വീടായതിനെ കൊണ്ടാണ്. പുതിയതാകുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ എല്ലാം ഫിറ്റ് ചെയ്യണം, കറണ്ടിൻ്റെ അതൊക്കെ ആക്കണം. ഇപ്പോൾ ഓരോന്ന് ഫുള്ള് ഇതാക്കും, ക്ലീൻ ചെയ്ത് കല്യാണം ഇപ്പൊ കല്യാണത്തിന് വീട്ടിയൊക്കെ തെളിയിച്ചു എന്തായാലും കേരളത്തിൽ ഒരു വിറ്റ് ചെയ്യണം പറഞ്ഞിട്ട് കല്യാണത്തിന് എവിടെയാണോ താമസിക്കുന്നില്ല എല്ലാവർക്കും ഒരാൾ താമസിക്കുന്നുണ്ട്. 14 ലെവല വീട്, അമ്പലത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്ത. ഓല അതിനാടെ നിൽക്കല്ലോ, ഓല് ആഴ്ചയിലൊക്കെ വരുന്ന ഗൾഫിൽ നിന്ന്. ഇതാണ് പടകപ്പീടിയ. അതാ ആ പോസ്റ്റ് ഇല്ലേ, പോസ്റ്റ് അതാണ് ബസ് പോകുന്ന റോഡ്. പോസ്റ്റ് അവിടെ ബസ് സ്റ്റോപ്പ് ഇത് അവിടെ സൈഡിലാണ്. ആ വണ്ടിക്കാരൻ പോകുന്നതിൻ്റെ അയിരിക്കാം ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പ് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുന്നോ? പോരി എന്താ അധികം കോഴിക്കോട്ടേക്കല്ലേ പോണ്ടത്. പിന്നെ എപ്പോഴും ഓട്ടോറിക്ഷ ഇട്ടു. ഓട്ടോറിക്ഷ എപ്പോഴും ഉണ്ടാവും. ഇല്ല അത് നടക്കാനുണ്ട്. ഇപ്പോൾ മെല്ലെ നടക്കാൻ 5 മിനിറ്റില്ല ഇവിടെ അങ്ങോട്ട്. അത് നടക്കാൻ 5 മിനിറ്റില്ല. ഇത് പിന്നെ നിങ്ങളാണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ലത്തീഫ്ക്ക പറഞ്ഞ 50 ലക്ഷം കിട്ടണം. ഭയങ്കര സാധനമല്ലോ ലത്തീഫ്. അയാൾക്ക് 20,000. അതാണ്